പിയത്രോ ഡി ബെർണാർഡോൻ, പീറ്റർ ബെർണാർഡോൻ ഒരു പട്ടുവ്യാപാരിയായിരുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാരീസിൽ പോയി. ആ സമയത്താണ് ഇറ്റലിയിലെ അസീസിയിൽ വെച്ച് ഭാര്യ ഫിഖാദെ ബുൾമോന്തു കുഞ്ഞിനെ പ്രസവിച്ചത്. അവളവന് ജിയോവാനി എന്ന് പേരിട്ടു. അങ്ങനെ അവൻ ജിയോവാനി ദ പിയത്ര ദ ബെർണാർഡോനായി. എന്നാൽ അപ്പൻ അവനെ ഫ്രാൻസിസ്കോ എന്ന് വിളിച്ചു. ഫ്രഞ്ച് മനുഷ്യൻ എന്നാണ് അർത്ഥം. ഫ്രാൻസിസ് ദ ഫ്രഞ്ച് മാൻ, ഫ്രാൻസിസ് ഫ്രഞ്ച് മാൻ. ഇപ്പോൾ ആ ശിശു അറിയപ്പെടുന്നത് രണ്ടാമത്തെ ക്രിസ്തു അഥവാ അസീസിയിലെ ഫ്രാൻസിസ് എന്നാണ്. 1182 അദ്ദേഹം ജനിച്ചത്. 1226 അദ്ദേഹം മരിച്ചത്. ഒരുപക്ഷെ ലോകത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധരിൽ ഒരാളാണ് അസീസിയിലെ ഫ്രാൻസിസ്. നമ്മുടെ കാലയളവിൽ മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ. 1224 പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കെ അസീസിലെ ഫ്രാൻസിസിന് പഞ്ചക്ഷതങ്ങൾ കിട്ടി. യേശുവിൻ്റെ തിരുമുറിവുകളുടെ ശാശ്വത സ്മാരകമായ പഞ്ചക്ഷതങ്ങൾ കിട്ടുന്ന ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ഫ്രാൻസിസ്. 1226 ഒക്ടോബർ 3 സായാഹ്ന പ്രാർത്ഥന സമയത്താണ് അദ്ദേഹം മരിച്ചത്. മരിച്ച് 2 വർഷത്തിനുള്ളിൽ തന്നെ 1228 തന്നെ അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. കത്തോലിക്കരെ കൂടാതെ ആംഗ്ലിക്കൻ സഭയും മറ്റ് പല പ്രോട്ടസ്റ്റന്റ് സഭകളും അദ്ദേഹത്തെ വിശുദ്ധനായി വണങ്ങുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ പെന്തക്കോസ്ത് ദൈവസഭക്കാരൊഴികെ മറ്റെല്ലാവരും അദ്ദേഹത്തെ വിശുദ്ധനായി വണങ്ങുന്നു. ഇറ്റലിയിൽ നിന്നുള്ള കത്തോലിക്ക സന്യാസിയും സുവിശേഷ പ്രഘോഷകനുമാണ് ഈ ഫ്രാൻസിസ്, അസീസിലെ ഫ്രാൻസിസ്. നിരവധി സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപകൻ. 1201 അസീസി എന്ന നാട്ടുരാജ്യത്തിൻ്റെ പട്ടാളത്തിൽ അദ്ദേഹം ചേർന്നു. പെറൂജിയക്കെതിരെയുള്ള യുദ്ധത്തിൽ പങ്കെടുത്തു. എന്നാൽ തടവുകാരനായി പിടിക്കപ്പെട്ടു. 1 കൊല്ലം യുദ്ധ തടവുകാരനായി കഴിഞ്ഞു. പിന്നീട് കുരിശുയുദ്ധങ്ങൾക്ക് അറുതി വരുത്താനായി 1219 ഈജിപ്തിലെ ഇസ്ലാമിൻ്റെ സുൽത്താനെ കാണാൻ പോയി. പറ്റുമെങ്കിൽ അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്താനും. തിരിച്ചെത്തിയപ്പോഴേക്കും ഇറ്റലിയിലെ അദ്ദേഹത്തിൻ്റെ ആശ്രമം സന്യാസികളെ കൊണ്ട് നിറഞ്ഞു. അദ്ദേഹത്തിലൂടെ യേശു പൊളിഞ്ഞു കിടന്ന സഭയുടെ കേടുപാട് തീർത്തു, പുതുക്കി പണിയുകയായിരുന്നു. ഇന്ന് നമ്മിലൂടെ അത് ചെയ്യാൻ യേശു ആഗ്രഹിക്കുന്നുണ്ടാകും. ഈ പട്ടുവ്യാപാരിയായ അപ്പനെ സഹായിക്കാൻ വസ്ത്രവിൽപ്പനയുമായി റോമായിലേക്ക് പോയി ഫ്രാൻസിസ്. അന്നത്തെ വ്യാപാരം നന്നായിരുന്നു. പലതരത്തിലുള്ള വസ്ത്രങ്ങൾ വിറ്റു, വെൽവെറ്റ് വിറ്റു. അപ്പോഴാണ് ഒരു ഭിക്ഷക്കാരൻ വല്ലതും തരണേ എന്ന് പറഞ്ഞ് കൈനീട്ടിയത്. ചില നാണയങ്ങൾ കൊടുത്ത് അയാളെ പറഞ്ഞയച്ചു. ഭിക്ഷക്കാരൻ പോകുന്നത് ഫ്രാൻസിസ് നോക്കി നിന്നു. പെട്ടെന്ന് ആരോ പ്രേരിപ്പിച്ചിട്ടെന്ന പോലെ ആ ഭിക്ഷക്കാരൻ്റെ പിന്നാലെ പാഞ്ഞു. അവൻ ഭിക്ഷക്കാരനോട് പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി. ഈ പണവും വസ്ത്രങ്ങളും നിങ്ങളുടേതാണ്, ഞാനത് മറന്നു. ഇത്രയും പറഞ്ഞ് ബാക്കിയുള്ള പട്ടുവസ്ത്രങ്ങളും അന്ന് കച്ചവടം ചെയ്ത് കിട്ടിയ മുഴുവൻ പണവും ഈ ധർമ്മക്കാരന് കൊടുത്തു. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകാതെ ഭിക്ഷക്കാരൻ്റെ കണ്ണ് തള്ളി. കൂട്ടുകാര് ഫ്രാൻസിസിനെ പരിഹസിച്ചു. നിനക്ക് വട്ടാണ് എന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ അപ്പൻ്റെ വക അവനെ പറയാത്ത തെറിയൊന്നുമില്ലായിരുന്നു. ആരാണ് ഈ തലതെറിച്ച യുവാവ്? ഫ്രാൻസിസ്, അസീസിലെ ഫ്രാൻസിസ്. ഫ്രാൻസിസിന്റെ ഭ്രാന്ത് അവിടെ തീർന്നില്ല. റോമായിലെ പള്ളികളുടെ മുമ്പിലിരുന്ന് ഭിക്ഷ യാചിക്കുന്ന ഒരു കൂട്ടത്തിൽ ചെന്നിരുന്നു. യാചിച്ച് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാൻ തുടങ്ങി. ഇവയെല്ലാം സത്യവുമുള്ള പരീക്ഷണങ്ങളായിരുന്നു ഫ്രാൻസിസിന്. മാംസത്തിനെതിരെയുള്ള ആത്മാവിന്റെ സംഘർഷങ്ങൾ. ഈ സംഭവങ്ങളെല്ലാം ഫ്രാൻസിസിനെ പതുക്കെ രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. കൂട്ടുകാരിൽ ഒരാൾ ചോദിച്ചു, എന്താണ് നിന്റെ പദ്ധതി? കല്യാണം കഴിക്കാൻ പ്ലാനുണ്ടോ? ഉണ്ട്, ഫ്രാൻസിസ് പറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വധുവിനെയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. ആ പെണ്ണിൻ്റെ പേരാണ് ലേഡി പോവർട്ടി, ദാരിദ്ര്യമെന്ന പെണ്ണ്. ബെനഡിക്ട് 16 പാപ്പയുടെ വാക്കുകളിൽ ക്രിസ്തുവിന് മുമ്പിലുള്ള ഏറ്റവും അഗാധമായ തുറക്കപ്പെടലായിരുന്നു ഇത്. ക്രിസ്തുവിനോട് പൂർണ്ണമായും ഒന്നാവുകയായിരുന്നു ഫ്രാൻസിസ് തൻ്റെ പഞ്ചക്ഷതങ്ങളിലൂടെ. ആ നിമിഷം മുതൽ
അദ്ദേഹം ഒരിക്കലും താൻ തന്നെയായി ജീവിച്ചില്ല എന്ന അവസ്ഥ വരെ എത്തി ഈ സാൽമീഭാവം. ക്രിസ്തുവിൽ നിന്നും വീണ്ടും ജനിച്ച പൂർണ്ണമായും പുതിയ സൃഷ്ടിയായ ഒരു വ്യക്തിയെ പോലെയാണ് പിന്നീട് അങ്ങോട്ട് ഫ്രാൻസിസിന്റെ ജീവിതം. നസ്രത്തിൽ യേശു എന്ന ഗ്രന്ഥത്തിൽ വാല്യം 1 പുറങ്ങള് 200 മുതൽ 201 വരെ ഈ ബെനഡിക്ട് മാർപ്പാപ്പ അസീസിലെ ഫ്രാൻസിസിനെ കുറിച്ചുള്ള മനോഹരമായ വ്യാഖ്യാനം ഈ നസ്രത്തിൽ യേശു 1-ാം വാല്യത്തിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന ആ ഭാഗത്തിന്റെ വ്യാഖ്യാനത്തിൽ നൽകിയിട്ടുണ്ട്. ദാരിദ്ര്യം എന്ന പെണ്ണിനെ കെട്ടി യേശുക്രിസ്തുവിന്റെ ദാരിദ്ര്യത്തിൽ പങ്കുചേർന്ന അസീസിലെ ഫ്രാൻസിസ്. വാസ്തവത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന ആ തിരുവചനത്തിന്റെ ശരിക്കും അർത്ഥം തിരുവചനത്തിൽ കാണുന്നതിനേക്കാൾ ആഴത്തിലേക്ക് പോയത് അസീസിലെ ഫ്രാൻസിസ് ആണെന്നാണ്. തീർന്നില്ല, അദ്ദേഹം സഭയ്ക്കുള്ളിലായിരുന്നു. എന്നാൽ സഭയുടെ ഈ ചട്ടക്കൂടിനെ കുറച്ചുകൂടി വലുതാക്കി പണിത് കുറച്ചുകൂടി വിശാലമാക്കി. അപ്പോൾ സഭയ്ക്ക് ഉള്ളിലുമായിരുന്നു പുറത്തുമായിരുന്നു. അങ്ങനെ പുറത്തേക്ക് സഭയുടെ ചട്ടക്കൂടുകൾ വിശാലമാക്കിയവനാണ് വിശുദ്ധ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്. ഇത് നമുക്കെല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന വിളിയാണ്. നമ്മൾ സഭയ്ക്കുള്ളിലാണ്, അത് പോരാ, സഭയുടെ വിശ്വാസം തന്നെ കുറച്ചുകൂടി വിശാലമാക്കാനുള്ള വിളിയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിളി നമ്മളെങ്ങനെയാണ് ജീവിക്കുക? ചില വചനങ്ങൾ നമ്മെ ആഴത്തിൽ സ്വാധീനിക്കുകയും നാം അത് ജീവിക്കുകയും നമ്മിലൂടെ ആ വചനത്തിൻ്റെ പൊരുളുകൾ ലോകത്തിനും നമുക്ക് തന്നെയും വെളിപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഈ സഭയുടെ ഈ ചട്ടക്കൂടുകൾ കുറേ കൂടി വിശാലമായിക്കൊണ്ടിരിക്കും. ഈ വിളി സ്വീകരിക്കാൻ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ തിരുനാൾ ദിനം നമ്മെ പ്രേരിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.